എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് റെഡ് മാർക്കർ വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ പകുതിക്ക് താഴോട്ടേക്ക് ഒരു റെഡ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പം മാർക്കർ എളുപ്പത്തിന് വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ മറ്റേ അറ്റത്തായിട്ട് ഇതുപോലെ ഒരു കർവും കൂടെ റെഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ റൗണ്ട് ഈ ബ്ലാക്കിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗുളിക കവർ വെച്ചിട്ട് 2 കണ്ണുണ്ടാക്കിയിട്ട് അതും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്ക് റെഡ് കളർ മൂക്കൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താടിക്ക് കുറച്ച് കോട്ടൺ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ കോട്ടൺ തന്നെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ തൊപ്പിയിലും അതുപോലെ തൊപ്പിയിലൊരു കുഞ്ഞു ബോൾ പോലെയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്കിൻ്റെ ആ ഒരു വള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വള്ളി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബാക്കിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു OHP ഷീറ്റാണ് എടുത്തത്. അപ്പോൾ OHP ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ ഫയലൊക്കെ ഇല്ലേ, അതെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് രസം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുക്കുന്നത്. ഇനി അതിൽ ഞാൻ ഇതുപോലെ സ്റ്റാർ ഷേപ്സ് 2 വരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തായിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ പോലെ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഗ്ലൂവിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഗ്ലിറ്റർ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗ്ലിറ്റർ അവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ ഗോൾഡൻ ഗ്ലിറ്ററും മറ്റേതിൽ ഞാൻ സിൽവർ ഗ്ലിറ്ററും ആണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് 2 മാത്രം ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഗ്ലിറ്റർ ഒന്ന് തട്ടിക്കളയാം. ഇനി നമ്മൾക്ക് വേണ്ടുന്നത് ഗ്ലാസ് പെയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആ ഗോൾഡൻ്റെ ഉള്ളിൽ റെഡ് ഗ്ലാസ് പെയിൻ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് പെയിൻറ്റ് ഇല്ലാത്തവർക്കുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. ഞാൻ ആ സിൽവറിൻ്റെ ഉള്ളിൽ ബ്ലൂ മാർക്കർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം റെഡ് മാർക്കർ വെച്ചിട്ട് ചെയ്യാം. റെഡും ബ്ലൂവുമാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ഒന്ന് മാർക്കർ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 2 സ്റ്റാറും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി നേരത്തെ ചെയ്ത പോലെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്കിൻ്റെ വള്ളി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വള്ളി ഇതുപോലെ എടുത്തിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ഷൈനിങ് ആയിട്ട് ഉണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പാർസലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന വെള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയില്ലേ, അതിൻ്റെ ക്യാപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു സ്നോമാൻ്റെ പിക്ചർ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പിക്ചർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തെർമോകോൾ ബോൾസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്കൊരു സ്നോൻ്റെ എഫക്റ്റ് പോലെ തോന്നും.
അതിനുശേഷം നേരത്തെ ചെയ്ത ബാക്കി OHP ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തെർമോക്കോളിൻ്റെ ബോൾസിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്ലിറ്ററൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം ഏറ്റവും സിമ്പിൾ രീതിയിലാണ് ചെയ്യുന്നത്. പെയിൻറ്റ് പോലും മാക്സിമം യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഇനി ആ എക്സ്ട്രാ വരുന്ന OHP ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാസ്കിൻ്റെ വള്ളി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സോപ്പിൻ്റെ ബോക്സാണ് എടുക്കുന്നത്. അപ്പോൾ സോപ്പിൻ്റെ ബോക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഓവൽ ഷേപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കോട്ടൺ ആണ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു താടിയുടെ ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 2 കണ്ണും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി റെഡ് പെൻ വെച്ചിട്ട് അല്ലെങ്കിൽ റെഡ് മാർക്കർ വെച്ചിട്ട് ഒരു മൂക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ സോപ്പിൻ്റെ ബോക്സിൽ നിന്ന് തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഷേപ്പും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തൊപ്പിയുടെ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിന് റെഡ് കളർ കൊടുത്തിട്ട് അതിലൊരു വൈറ്റ് കോട്ടൺ ബോളും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കോട്ടൺ ഇങ്ങനെ അതിനൊരു ബോർഡർ പോലെയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തൊപ്പിയും കൂടെ നമ്മൾ ഇതിൻ്റെ മേലെ ഈ ഒരു ഓവൽ ഷേപ്പിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സാന്റാക്ലോസിൻ്റെ ഒരു ക്രിസ്മസ് ട്രീ ഹാങ്ങിങ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫേസിൻ്റെ ഭാഗത്തൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കിൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിന് വരയ്ക്കുന്നതിന് പകരം വേണമെങ്കിൽ ഇതുപോലെ ഗുളിക കവറിനെ കൊണ്ട് കണ്ണുണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും. ഇനി ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ മാസ്കിൻ്റെ വള്ളിയും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ക്യൂട്ട് സാന്റ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്ത ക്രാഫ്റ്റുകളിൽ നിന്ന് ഏത് ക്രാഫ്റ്റാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത ക്രിസ്മസ് ട്രീ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 സർക്കിൾസാണ് കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നാട്ടിൽ പോയപ്പം ചെയ്ത ക്രാഫ്റ്റ്സ് ആയിരുന്നു. അപ്പോൾ നാട്ടിൽ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്ത ക്രാഫ്റ്റാണ് ഇതൊക്കെ. അതാണ് പെയിൻറ്റും ഒന്നും യൂസ് ചെയ്യാതെ മിക്കതും മാർക്കറൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു കാർഡ്ബോർഡിൻ്റെ റൗണ്ടിൽ ഞാൻ ഇതുപോലെ വൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. വേറൊരു സർക്കിളിൽ ഇതുപോലെയാണ് വൈറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നത്. മിഡിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ഇങ്ങനെ വൈറ്റ് ഒട്ടിക്കുന്നത്. ഇനി ഇതിൽ മാർക്കർ വെച്ചിട്ടൊന്ന് കണ്ണ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്ക് റെഡ് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു താഴെ താടി പോലെയും മേലെ റെഡ് കളർ വെച്ചിട്ടൊന്ന് കളറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൊത്തമായിട്ട് വൈറ്റ് ഒട്ടിച്ചതിൽ ഇതുപോലെ ഒന്ന് ബ്ലാക്ക് വെച്ചിട്ടും റെഡ് വെച്ചിട്ടും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാന്റയുടെയും അതുപോലെ ഒരു സ്നോമാൻ്റെയും സർക്കിൾ ഹാങ്ങിങ് ആണ് റെഡിയാക്കിയത്. അപ്പോൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചാക്കിൻ്റെ നൂലാണ് എടുത്തത്. നിങ്ങൾക്ക് മാസ്കിൻ്റെ വള്ളി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്ത 5 ക്രാഫ്റ്റും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ